എല്ലാവരും ഷിയർ ഫോഴ്സിൻ്റെയും ബെൻഡിങ് മൊമെൻറ്റിൻ്റെയും പ്രോബ്ലംസൊക്കെ ചെയ്ത് ഏകദേശം ഒരു ട്രാക്കിലായിട്ടുണ്ടായിരിക്കും. അപ്പോൾ നമ്മുടെ മൊഡ്യൂൾ 2 സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസിലെ മൊഡ്യൂൾ 2 ഷിയർ ഫോഴ്സ് ആൻഡ് ബെൻഡിങ് മൊമെൻ്റാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് സിലബസ് പോയിൻ്റ് ഓഫ് വ്യൂ നോക്കിയാൽ നമുക്കറിയാം എന്താണ് നമ്മുടെ ഇതാണ് നമ്മുടെ ഇത്രയാണ് നമുക്ക് ഷിയർ ഫോഴ്സ് ആൻഡ് ബെൻഡിങ് മൊമെൻറ്റിൽ പഠിക്കാനുള്ള ടോപ്പിക്സ്. അതായത് കാൻലിവർ വിത്ത് പോയിൻ്റ് ലോഡ്സ് നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ക്ലാസ്സുകളിൽ പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്തു. പിന്നെ കാൻലിവർ വിത്ത് UDL അഥവാ യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡാണ്. അത് നമ്മൾ ഇപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ നമ്മൾ ഇതിൻ്റെ രണ്ടിൻ്റെയും കോമ്പിനേഷൻ ആയിട്ടും നമ്മൾ പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്തു. അതായത് ലാസ്റ്റ് പറയുന്ന പോലെ കോമ്പിനേഷൻ ഓഫ് പോയിൻ്റ് ആൻഡ് UDL ഫോർ ദ എബോവ്. ഓക്കെ, ഇപ്പോൾ നമ്മൾ കാൻലിവറിൻ്റെ കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കിനി അത് കഴിഞ്ഞാൽ പിന്നെ ഏത് നോക്കേണ്ടതായിരിക്കും? സിംപ്ലി സപ്പോർട്ട് ബീമിൽ സെയിം പോയിൻ്റ് ലോഡ്സും അതേപോലെ തന്നെ സിംപ്ലി സപ്പോർട്ട് ബീമിൽ UDLും വരുന്ന കേസ് ഉണ്ടായിരിക്കും. അതിലും ഇതേപോലെ കോമ്പിനേഷൻ ഓഫ് പോയിൻ്റ് ആൻഡ് UDL വരുന്ന കേസ് ഉണ്ടായിരിക്കും. അത്രയും കഴിഞ്ഞാൽ നമ്മുടെ ഒരു മൊഡ്യൂൾ കംപ്ലീറ്റ് ആവും. അപ്പോൾ വളരെ ഈ ഒരു ഷിയർ ഫോഴ്സും ബെൻഡിങ് മൊമെൻറ്റും കറക്റ്റ് അതിൻ്റെ ഒരു നോളജ് അല്ലെങ്കിൽ അതിന് കറക്റ്റ് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഒരുപക്ഷെ ആ ഐഡിയ കിട്ടിയില്ലെങ്കിൽ ഒരിക്കലും അത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല. അപ്പോൾ തുടക്കം തൊട്ടുള്ള ക്ലാസ് കണ്ടു കഴിഞ്ഞാൽ ഈസി ആയിട്ട് ആ ഒരു ഐഡിയ കിട്ടും. ഐഡിയ കിട്ടി ട്രാക്കിലായാൽ പിന്നെ ഒന്നും പേടിക്കില്ല. എങ്ങനെ ക്വസ്റ്റ്യൻ ചോദിച്ചാലും നമുക്ക് സ്വന്തമായിട്ട് ഡെവലപ്പ് ചെയ്തിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നമുക്ക് ചെയ്തു പോകാൻ പറ്റും. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലും ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഈ ടോപ്പിക്കിൽ തന്നെയുള്ള നമ്മുടെ കാൻലിവർ വിത്ത് പോയിൻ്റ് ലോഡ്സിൻ്റെയും കാൻലിവർ വിത്ത് UDLൻ്റെയും കോമ്പിനേഷനിൽ വരുന്ന പ്രോബ്ലംസാണ്. അപ്പോൾ ഇതിൽ നമ്മൾ ചെയ്യുന്ന പ്രോബ്ലംസിലൊക്കെ നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസും നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ വരുന്നത് ജസ്റ്റ് ഇവിടെ വരയ്ക്കാം. ഒരു കാൻലിവർ ബീം തന്നെയാണ്. സാധാരണ പോലെ ഒരു കാൻലിവർ ബീം നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാൻലിവർ ബീമിൽ വരുന്ന കേസാണ്. അത്യാവശ്യം ലെങ്തി ആയിട്ടുള്ള ഒരു കാൻലിവർ ബീമാണ്. അപ്പോൾ നമുക്കിവിടെ UDL വരുന്നുണ്ട്, അതുപോലെ പോയിൻ്റ് ലോഡും വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഇവിടെ മാർക്ക് ചെയ്യാം. ഇവിടെ 4 മീറ്റർ, ഇവിടെ 2 മീറ്റർ, 4 മീറ്ററും സെൻറ്ററിൽ 2 മീറ്ററും ഇപ്പുറവും 4 മീറ്ററാണ്. ഇവിടെ വരുന്നത് UDL ആണ്. അതുപോലെ ഇവിടെ വരുന്നതും UDL ആണ്. ഓക്കെ, ഇതും UDL, അവിടെയും UDL. അതേപോലെ ഒരു പോയിൻ്റ് ലോഡ് വരുന്നുണ്ട്. ഇവിടെ ഒരു പോയിൻ്റ് ലോഡ് വരുന്നുണ്ട്. 10 ന്യൂട്ടനാണ് കേട്ടോ. അതുപോലെ UDL 20 ന്യൂട്ടൺ പെർ മീറ്ററാണ്. അതേപോലെ ഇവിടെ 10 ന്യൂട്ടൺ പെർ മീറ്ററാണ് UDL വരുന്നത്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിൽ ഇത്രയും കാര്യങ്ങളാണ് തന്നിരിക്കുന്നത്. നമ്മുടെ ക്വസ്റ്റ്യനിൽ നമുക്കിവിടെ പോയിൻ്റ് A, ഇത് പോയിൻ്റ് B, ഇത് പോയിൻ്റ് C, ഇത് പോയിൻ്റ് D. അപ്പോൾ മൊത്തം 4 പോയിൻറ്റ്സ് ഉണ്ടായിരിക്കും, ഫിക്സഡ് പോയിൻ്റ് അടക്കം. നമുക്ക് എന്ത് ചെയ്യണം? ഇവിടെ ഈ ഒരു ടൈപ്പ് അല്ലെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ അനുസരിച്ചുള്ള ഷിയർ ഫോഴ്സ് ഡയഗ്രം, ബെൻഡിങ് മൊമെൻ്റ് ഡയഗ്രം നമ്മൾ വരയ്ക്കണം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? അത് വരയ്ക്കണമെങ്കിൽ നമുക്ക് ആദ്യം ഷിയർ ഫോഴ്സും ബെൻഡിങ് മൊമെൻറ്റും കണ്ടെത്തണം. ഓക്കെ, അപ്പോൾ നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ ഈ റൈറ്റ് സൈഡിൽ നിന്ന് ലെഫ്റ്റിലേക്കാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? ഷിയർ ഫോഴ്സ് അറ്റ് B നോക്കാം. ഓക്കെ, ഷിയർ ഫോഴ്സ് അറ്റ് B. അപ്പോൾ നമുക്കിവിടെ ഒരു സെക്ഷൻ ലൈൻ നമ്മളിങ്ങനെ എടുക്കുകയാണെങ്കിൽ ആ ലൈനിൻ്റെ റൈറ്റ് സൈഡിലേക്ക് നോക്കുക അല്ലേ. ഈ B എന്ന് പറയുന്ന പോയിന്റിൽ ഏതെങ്കിലും പോയിൻ്റ് ലോഡ് ആക്ട് ചെയ്യുന്നുണ്ടോ? അതല്ലെങ്കിൽ അവിടെ UDL വരുന്നുണ്ട്. അപ്പോൾ നമുക്കറിയാം UDL വരുന്നുണ്ടെങ്കിൽ തന്നെ ഈ പോയിൻ്റ് B എന്ന് പറയുമ്പോൾ ഡിസ്റ്റൻസ് എത്രയാണ്? 0 ആണ്. അപ്പോൾ UDL ഉണ്ടെങ്കിൽ തന്നെ UDL ഇൻറ്റു 0 ചെയ്യുമ്പോൾ എന്ത് കിട്ടും? നമുക്ക് ഈ പോയിൻ്റ് Bയിൽ ഷിയർ ഫോഴ്സ് 0 തന്നെയാണ് കിട്ടുക. അപ്പോൾ അതിൽ സംശയങ്ങളൊന്നും ഉണ്ടായിരിക്കില്ല. ഇനി നമുക്ക് ഷിയർ ഫോഴ്സ് അറ്റ് പോയിൻ്റ് C നോക്കാം. ഷിയർ ഫോഴ്സ് അറ്റ് പോയിൻ്റ് C. ഇപ്പോൾ ഇവിടെ നോക്കിയാൽ മനസ്സിലാവും ഈ പോയിൻ്റ് Cയിലാണ് ഒരു 10 ന്യൂട്ടൻ്റെ പോയിൻ്റ് ലോഡും വരുന്നത്. പിന്നെ ഈ C വരെ ഇത്രയും ഡിസ്റ്റൻസിൽ നമ്മുടെ 20 ന്യൂട്ടൺ പെർ മീറ്ററിൽ UDLും വരുന്നുണ്ട്. നമുക്ക് പറയാൻ പറ്റും, നമ്മളിവിടെ ഒരു സെക്ഷൻ ലൈൻ വരയ്ക്കുകയാണെങ്കിൽ ഇതിൻ്റെ റൈറ്റ് സൈഡിലേക്ക് നോക്കുമ്പോൾ ഈ 10 ന്യൂട്ടനും ഉണ്ട്, ഈ UDL 20 ന്യൂട്ടൺ പെർ മീറ്റർ 4 മീറ്ററിൽ ആക്ട് ചെയ്യുന്നുമുണ്ട്. നമുക്ക് എത്രയാണ് ഇങ്ങനെ വരിക? മൊത്തം വരിക 10 അല്ലേ. ആ 10 എന്ന് പറയുന്ന പോയിൻ്റ് ലോഡ് വരും പ്ലസ് 20 × 4. ഇത് നമ്മൾ മുന്നത്തെ പ്രോബ്ലം ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ 20 × 4 ഇത് നമുക്ക് 80 കിട്ടും. 80ഉം 10ഉം 90 ന്യൂട്ടൺ ആയിരിക്കും നമുക്ക് ഷിയർ ഫോഴ്സ് അറ്റ് Cയിൽ കിട്ടുന്നുണ്ടായിരിക്കുക.
ഓക്കെ, കിട്ടിയ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി ഷിയർ ഫോഴ്സ് അറ്റ് ഡി, ഷിയർ ഫോഴ്സ് അറ്റ് ഡി നോക്കണം. അപ്പോൾ ഷിയർ ഫോഴ്സ് അറ്റ് ഡി എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും ഇവിടെയാണ് വരുന്നത് അല്ലേ. ഇവിടെ സെക്ഷൻ ലൈൻ വരയ്ക്കണം. നമുക്ക് റൈറ്റ് സൈഡിലേക്ക് നോക്കുമ്പോൾ ഈ പറഞ്ഞ 10 ന്യൂട്ടനും പിന്നെ യു ഡി എല്ലിൽ ആക്ട് ചെയ്യുന്ന 20 × 4 മീറ്റർ വരുന്ന അത്രയും ലോഡ് മാത്രമേ അല്ലെങ്കിൽ അത്രയും ഫോഴ്സ് മാത്രമേ വരുന്നുള്ളൂ. സോ സെയിം സിയിൽ എത്രയാണോ വന്നിരിക്കുന്നത് ആ സെയിം വാല്യൂ തന്നെ ആയിരിക്കും, അല്ലെങ്കിൽ 90 ന്യൂട്ടൺ ആയിരിക്കും ഷിയർ ഫോഴ്സ് അറ്റ് ഡിയിലും പോയിൻ്റ് ഡിയിലും ആക്ട് ചെയ്യുന്നുണ്ടായിരിക്കുക. ഓക്കെ, 90 ന്യൂട്ടൺ തന്നെ, അതിൽ സംശയം ഉണ്ടായിരിക്കില്ല. കാരണം ഈ 20 × 4 ഈ 10 മാത്രമേ വരുന്നുള്ളൂ. ഇവിടുന്ന് ഇപ്പുറത്തേക്കാണ് പിന്നെ യു ഡി എൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, ഈ ഷിയർ ഫോഴ്സ് അറ്റ് എ, നമ്മുടെ ഫിക്സഡ് പോയിൻ്റുള്ള ഷിയർ ഫോഴ്സ് നോക്കണം. ഷിയർ ഫോഴ്സ് അറ്റ് എ അപ്പോൾ എന്ത് ചെയ്യും, നേരത്തെ പറഞ്ഞല്ല ഈ 90ൻ്റെ പുറമെ അല്ലേ, ഈ ഡി വരെ എന്തുണ്ട്, 90 ഉണ്ട്, പ്ലസ് എന്തുണ്ടായിരിക്കും ഈ 10 ന്യൂട്ടൺ പെർ മീറ്റർ 4 മീറ്ററിൽ ആക്ട് ചെയ്യുന്നതുകൊണ്ടായിരിക്കും. അപ്പോൾ ഈ 90 പ്ലസ് അല്ലേ, 90 എങ്ങനെയുള്ളത് 20 × 4 80, ഈ പ്ലസ് 10 90. ആ 90 ഓൾറെഡി ഇവിടെ ഉണ്ട്. എന്ത് ചെയ്യുക, 90ൻ്റെ കൂടെ ഈ 10 × 4 കൂടി ചെയ്യുക, 40. 10 × 4 40, 9 4 13, 130 ന്യൂട്ടൺ ആയിരിക്കും നമുക്ക് ഷിയർ ഫോഴ്സ് അറ്റ് എയിൽ കിട്ടുന്നുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് 4 പോയിൻറ്റിലെയും ഷിയർ ഫോഴ്സുകൾ കിട്ടി അല്ലേ. അപ്പോൾ ഷിയർ ഫോഴ്സ് അറ്റ് ബി എത്രയാണ്, 0, ഷിയർ ഫോഴ്സ് അറ്റ് സി 90, ഷിയർ ഫോഴ്സ് അറ്റ് ഡി 90, ഷിയർ ഫോഴ്സ് അറ്റ് എ 130. ഇനി എന്ത് ചെയ്യണം, നമുക്ക് ഷിയർ ഫോഴ്സ് കണ്ടെത്തിക്കാൻ ചെയ്യേണ്ട കാര്യം എന്താണ്, നമ്മൾ ഷിയർ ഫോഴ്സ് ഡയഗ്രം വരയ്ക്കുക. കാരണം ബെൻഡ് മൊമെൻറ്റ് കാണാൻ നമുക്ക് എളുപ്പത്തിലുള്ളൊരു സ്റ്റെപ്പ് പഠിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു മെത്തേഡ് പഠിച്ചിട്ടുണ്ട്. ആ മെത്തേഡിൽ എന്താണ്, നമുക്ക് ഷിയർ ഫോഴ്സ് ഡയഗ്രം ആവശ്യമുണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ ഏരിയ ആവശ്യമുണ്ട്. സോ നമ്മൾ എന്ത് ചെയ്യാം, ഷിയർ ഫോഴ്സുകൾ കണ്ടെത്തി പിന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യം നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഷിയർ ഫോഴ്സ് ഡയഗ്രം വരയ്ക്കുക. ആ വാല്യൂസ് വെച്ച് ഷിയർ ഫോഴ്സ് ഡയഗ്രം വരയ്ക്കുക. അപ്പോൾ ഓരോ പോയിൻറ്റും താഴേക്കൊന്ന് എക്സ്റ്റെൻഡ് ചെയ്യുക. ശേഷം നമുക്കറിയാം ഇവിടെ എല്ലാ വാല്യൂസും പോസിറ്റീവ് വാല്യൂസാണ് കിട്ടിയുള്ളത് അല്ലേ. 0 കഴിഞ്ഞാൽ പിന്നെ എല്ലാം ബാക്കി പോസിറ്റീവാണ്. സോ മേലോട്ടായിരിക്കും നമ്മുടെ ഡയഗ്രം ക്രിയേറ്റ് ആവുന്നുണ്ടായിരിക്കും. താഴെ നമ്മളൊരു ബേസ് ലൈൻ വരച്ചു. ഇനി എന്ത് ചെയ്യണം, നമുക്ക് ഷിയർ ഫോഴ്സ് അറ്റ് ബി അല്ലേ, നമുക്കിവിടെ അങ്ങനെ പോയിൻറ്റ്സ് മാർക്ക് ചെയ്യാം. ഇത് എ, ഇത് ബി, ഇത് സി, ഇത് ഡി. ഷിയർ ഫോഴ്സ് അറ്റ് ബി എത്രയാണ്, 0 ആണ്. അപ്പോൾ നമുക്ക് നമ്മൾ 0 ആ സെയിം പോയിൻറ്റിൽ തന്നെ ആയിരിക്കും 0 വരും. ഇനി ഷിയർ ഫോഴ്സ് അറ്റ് സി 90 ആണ്. അപ്പോൾ നമുക്ക് സ്കെയിലിൽ 9 സെൻറ്റിമീറ്റർ എടുക്കുക, അവിടെ മാർക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് 90 മാർക്ക് ചെയ്യാം. ഷിയർ ഫോഴ്സ് അറ്റ് ഡി എന്താണ്, അതും സെയിം 90 ആണ്, അതും 90 സ്കെയിലെടുത്ത് മാർക്ക് ചെയ്യുക. ഇനി ഷിയർ ഫോഴ്സ് അറ്റ് എ 130 ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, സ്കെയിലെടുത്ത് 13 സെൻറ്റിമീറ്ററിൽ 130 മാർക്ക് ചെയ്യുക. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്, നമ്മൾ ആ ലൈൻസ് വരയ്ക്കുമ്പോൾ എവിടേക്കാണ് പോയിൻ്റ് ലോഡ് ഉള്ളത്, അതുപോലെ എവിടേക്കാണ് ഷിയർ ഫോഴ്സ് യു ഡി എൽ ഉള്ളത് നമ്മൾ കൃത്യമായിട്ടും ശ്രദ്ധിക്കണം. അപ്പോൾ നമുക്ക് ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ഇവിടെ കണ്ടോ, ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഇവിടെ തെറ്റിപ്പോകാൻ ചാൻസ് ഉണ്ട്. അതായത് നമ്മളിവിടെ നോക്കട്ടോ, ഇവിടെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇവിടെ യു ഡി എല്ലും ഉണ്ട്, ആ യു ഡി എല്ലിൻ്റെ എൻഡിലായിട്ടൊരു പോയിൻ്റ് ലോഡും ഉണ്ട് അല്ലേ. അപ്പോൾ നമുക്കിവിടെ നേരത്തെ ഇവിടെ ഷിയർ ഫോഴ്സ് അറ്റ് സി കണ്ടെത്തിയിട്ടുണ്ടായിരിക്കും. എത്ര കിട്ടിയിട്ടുണ്ടായിരിക്കുക, 90 കിട്ടിയിട്ടുണ്ട്. 90 എങ്ങനെയാണ് കിട്ടിയത്, 10 ന്യൂട്ടൺ പോയിൻ്റ് ലോഡും ബാക്കി 80 ന്യൂട്ടൺ യു ഡി എല്ലും ആണ്. അപ്പോൾ ആ ഒരു വ്യത്യാസം അവിടെ മനസ്സിലാക്കണം. അതായത് ഈ 80 എന്ത് ചെയ്യണം, ശരിക്കും ഷിയർ ഫോഴ്സ് അറ്റ് സിയിൽ 80 ന്യൂട്ടൺ യു ഡി എല്ലിൽ ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഷിയർ ഫോഴ്സ് അറ്റ് സിയിൽ എന്ത് ചെയ്യുക, നമ്മളിവിടെ 80 ന്യൂട്ടനും കൂടി നമ്മൾ ജസ്റ്റ് 80ൻ്റെ പോയിൻ്റ് ഇവിടെ മാർക്ക് ചെയ്ത് വെക്കുക. 80ൻ്റെ പോയിൻ്റ് 80ൻ്റെ പോയിൻ്റ് നമ്മൾ മാർക്ക് ചെയ്ത് വെക്കുക. ഓക്കെ, നമ്മൾ 80ൻ്റെ പോയിൻ്റ് അവിടെ മാർക്ക് ചെയ്ത് വെക്കുക. ഇനി എന്ത് ചെയ്യണം, നമുക്കറിയാം ഇത്രയും വരുന്നത് യു ഡി എല്ലാണ്. യു ഡി എല്ലാകുമ്പോൾ നമ്മളിങ്ങനെ വരയ്ക്കാൻ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടായിരിക്കും അല്ലേ. അതായത് നമ്മൾ ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ വരയ്ക്കാൻ പാടില്ല അല്ലേ. യു ഡി എല്ലാകുമ്പോൾ എന്ത് ചെയ്യണം, നമ്മൾ ലീനിയർ ലൈനാണ് വരയ്ക്കേണ്ടത്. അതായത് സ്റ്റാർട്ടിംഗ് പോയിൻ്റ് തൊട്ട് എൻഡ് പോയിൻറ്റിലേക്ക് നമ്മൾ ഇങ്ങോട്ടല്ല വരയ്ക്കേണ്ടത്, 90ലേക്കല്ല വരയ്ക്കേണ്ടത്. എങ്ങോട്ടാണ് വരയ്ക്കേണ്ടത്, യു ഡി എൽ എവിടെ ആക്ട് ചെയ്യുന്നത് അല്ലേ. നമുക്ക് 20 × 4 80 കിട്ടിയിട്ടുണ്ട്. നമ്മളെന്ത് ചെയ്യണം, ഇവിടേക്കാണ് നമ്മൾ ആ ലീനിയർ ലൈൻ വരയ്ക്കേണ്ടത്, 80ലേക്ക്. മനസ്സിലായോ, സ്റ്റാർട്ടിങ് പോയിൻ്റ് ഒന്ന് ആ എൻഡ് പോയിൻറ്റിലേക്ക് നമ്മൾ ലീനിയർ ലൈൻ ഇങ്ങനെയാണ് വരയ്ക്കേണ്ടത്. ഓക്കെ, ഇനി എന്ത് ചെയ്യണം, ഇവിടുന്ന് പിന്നെ എന്താ വരുന്നത്, ഇവിടെ നോക്കിയാൽ മനസ്സിലാവും അത് പോയിൻ്റ് ലോഡാണ് അല്ലേ. പോയിൻ്റ് ലോഡ് ആകുമ്പോൾ എന്താ ചെയ്യുക, നമ്മളിവിടുന്ന് പിന്നെ നേരെ വെർട്ടിക്കൽ ലൈന് പോയിൻ്റ് ലോഡ് വരയ്ക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ലീനിയർ ലൈൻ ഇങ്ങനെ വരച്ചു, ലീനിയർ ലൈൻ ഇങ്ങനെ വരച്ചു. ശേഷം
ശേഷം നമ്മൾ പോയിൻ്റ് ലോഡ് നേരെ 90ലേക്ക് നീട്ടി വരച്ചു. ഇനി നോക്കുക, ഈ സിക്കും ഡിക്കും ഇടയിൽ എന്താ വരുന്നത് അല്ലേ, അവിടെ യു ഡി എൽ ഒന്നും വരുന്നില്ല. സോ നമുക്ക് എന്ത് ചെയ്യാം, ഡയറക്റ്റ് ഈ ലൈൻ ഇങ്ങോട്ട് വരയ്ക്കാൻ പറ്റും. ഇനി നോക്കുക, ഇവിടെ ഡി ടു എ വരുന്നത് എന്താണ്, അവിടെ യു ഡി എല്ലാണ്. അപ്പോൾ നമുക്കറിയാം എങ്ങനെ ലൈൻസ് വരയ്ക്കാം. നമ്മൾ ഇങ്ങനെയല്ല വരയ്ക്കേണ്ടത്. അങ്ങനെ വരയ്ക്കപ്പോഴാണ് അവിടെ പോയിൻ്റ് ലോഡൊക്കെ വരുമ്പോഴാണ് അങ്ങനെ വരയ്ക്കുക. ഇവിടെ എന്താണ്, ഇവിടെ യു ഡി എല്ലാണ്. അപ്പോൾ എന്ത് ചെയ്യണം, ഈ പോയിൻ്റ് തൊട്ട് എൻഡ് പോയിൻറ്റിലേക്ക് നമ്മൾ ഡയറക്റ്റ് ലീനിയർ ലൈനാണ് വരയ്ക്കേണ്ടത്. ഓക്കെ, ഇതാണ് നമ്മുടെ ഷിയർ ഫോഴ്സ് ഡയഗ്രം. നമുക്ക് ഇങ്ങനെയാണ് അപ്പോൾ കിട്ടുന്നുണ്ടായിരിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും കാണുന്ന ഈ ഭാഗമാണ് നമ്മുടെ ഷിയർ ഫോഴ്സ് ഡയഗ്രത്തിൽ. ഇതാണ് നമ്മുടെ ഷിയർ ഫോഴ്സ് ഡയഗ്രം. ഓക്കെ, അപ്പോൾ നമുക്ക് കിട്ടിയ വാല്യൂസ് വെച്ച് നമുക്ക് ഷിയർ ഫോഴ്സ് ഡയഗ്രം ഇങ്ങനെ കിട്ടും. ഇനി എന്ത് ചെയ്യണം, നമുക്ക് ഇത് വെച്ചിട്ട് നമുക്ക് ബെൻഡിങ് മൊമെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഞാൻ ജസ്റ്റ് ഇവിടെ നമ്മൾ എഴുതിയുള്ള കാര്യങ്ങളൊക്കെ റബ്ബ് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, നമ്മളിനി ബെൻഡിങ് മൊമെൻറ്റ് ഫൈൻഡ് ചെയ്യാൻ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഷിയർ ഫോഴ്സ് ഡയഗ്രം ഉപയോഗിച്ച് നമുക്ക് ബെൻഡിങ് മൊമെൻറ്റ് ഫൈൻഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ആദ്യം ചെയ്യാൻ പോകുന്നത് ബെൻഡിങ് മൊമെൻ്റ് അറ്റ് ബി ആണ് കാണാൻ പോകുന്നത്. ഈ പോയിൻ്റിലുള്ള ഈ പോയിൻ്റിലുള്ള ബെൻഡിങ് മൊമെൻ്റ് ആണ് കാണാൻ പോകുന്നത്. അതായത് ബെൻഡിങ് മൊമെൻ്റ് അറ്റ് ബി അല്ലേ. ഇപ്പം നമുക്ക് നോക്കിയാൽ മനസ്സിലാവും അല്ലേ, ഈ ഫിഗർ പ്രകാരം എന്താണ് ബെൻഡിങ് മൊമെൻ്റ് അറ്റ് ബി എന്ന് പറഞ്ഞാൽ അവിടെ 0 ആണ് ഡിസ്റ്റൻസ് വരുന്നത്. സോ എന്തായിരിക്കും, 0 ഇൻറ്റു അവിടുത്തെ ഫോഴ്സ് വന്നാലും അത് 0 തന്നെ കിട്ടും. അപ്പോൾ ഈ സംശയമൊന്നും ഉണ്ടായിരിക്കില്ല, നമുക്ക് ബെൻഡിങ് മൊമെൻ്റ് അറ്റ് ബി 0 കിട്ടും. ഇനി എന്ത് ചെയ്യാം, ബെൻഡിങ് മൊമെൻ്റ് അറ്റ് സി നമുക്ക് കാണണം. അപ്പോൾ നമുക്കറിയാം ഇക്വേഷൻ ഉണ്ടാക്കാൻ പറ്റും. എന്ത് ചെയ്താൽ മതി, ബെൻഡിങ് മൊമെൻ്റ് അറ്റ് ബി മൈനസ് ബെൻഡിങ് മൊമെൻ്റ് അറ്റ് സി ഈക്വൽ ടു ഏരിയ ഓഫ് ഷിയർ ഫോഴ്സ് ഡയഗ്രം ബിറ്റ്വീൻ ബിൻ്റെയും സിൻ്റെയും ഇടയ്ക്കുള്ള ഷിയർ ഫോഴ്സ് ഡയഗ്രത്തിൻ്റെ ഏരിയ എടുത്താൽ മതി. അതായത് ഈ ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൻ്റെ ഏരിയ എടുക്കുക. എങ്ങനെ കിട്ടുക, ഇത് 4 മീറ്ററാണ്, ഇത് 80 ആണ് അല്ലേ. അപ്പോൾ എന്ത് ചെയ്യുക, ഹാഫ് ബി എച്ച്, ഹാഫ് ഇൻറ്റു 4 ഇൻറ്റു 80 നമുക്ക് 160 കിട്ടും. 320/2 നമുക്ക് 160 കിട്ടും. അപ്പോൾ നമുക്ക് ബെൻഡിങ് മൊമെൻ്റ് അറ്റ് ബി എത്രയാണ്, ഓൾറെഡി 0 ആണെന്നറിയാം. അപ്പോൾ മൈനസ് ബെൻഡിങ് മൊമെൻ്റ് അറ്റ് സി ഈക്വൽ ടു 160 കിട്ടും. അതിൻ്റെ അർത്ഥം ബെൻഡിങ് മൊമെൻ്റ് അറ്റ് സി എന്ന് പറയുന്നതായിരിക്കും, ആ മൈനസ് അപ്പുറത്ത് കൊണ്ടായാലും മൈനസ് 160 ആയിരിക്കും എന്ത് ചെയ്യുക അവിടുത്തെ ബെൻഡിങ് മൊമെൻ്റ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, മൈനസ് 160 ന്യൂട്ടൺ മീറ്റർ ആയിരിക്കും അവിടുത്തെ ബെൻഡിങ് മൊമെൻ്റ്. അപ്പോൾ നമുക്ക് ബിയും സിയും കിട്ടി. എന്ത് ചെയ്യുക, ബെൻഡിങ് മൊമെൻ്റ് അറ്റ് ഡി കാണണം. ഓക്കെ, ബെൻഡിങ് മൊമെൻ്റ് അറ്റ് ഡി കാണാൻ പോവുകയാണ്. അപ്പോൾ എന്ത് ഇക്വേഷൻ ഉണ്ടാക്കുക, എങ്ങനെ ഉണ്ടാക്കുക, ബെൻഡിങ് മൊമെൻ്റ് അറ്റ് സി മൈനസ് ബെൻഡിങ് മൊമെൻ്റ് അറ്റ് ഡി ഈക്വൽ ടു ഏരിയ ഓഫ് ഷിയർ ഫോഴ്സ് ഡയഗ്രം. ഇത്രയും വരുന്ന ഷിയർ ഫോഴ്സ് ഡയഗ്രത്തിൻ്റെ ഏരിയ ആയിരിക്കും. ഓക്കെ, 90 ഇൻറ്റു 2 എഴുതാൽ മതിയാവും. ഓക്കെ, അപ്പോൾ ഇക്വേഷൻ എഴുതുക, ബെൻഡിങ് മൊമെൻ്റ് അറ്റ് സി മൈനസ് ബെൻഡിങ് മൊമെൻ്റ് അറ്റ് ഡി ഈക്വൽ ടു ഏരിയ ഓഫ് ഷിയർ ഫോഴ്സ് ഡയഗ്രം ബിറ്റ്വീൻ സി ആൻഡ് ഡി എന്ന് പറയുമ്പോൾ എത്ര കിട്ടും, ഈ ഹൈറ്റ് 90 ആണ്, ഇത് 2 മീറ്റർ അല്ല, ഇത് 2 ആണ്, ഇത് 4. ഇപ്പോൾ 2 ഇൻറ്റു 90 നമുക്ക് 180 കിട്ടും, 180 കിട്ടും. അപ്പോൾ നമുക്ക് നേരത്തെ ബെൻഡിങ് മൊമെൻ്റ് അറ്റ് സി എത്ര കിട്ടിയിട്ടുണ്ടായിരുന്നു, നമുക്ക് മൈനസ് 160 കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ മൈനസ് 160 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ മൈനസ് ബെൻഡിങ് മൊമെൻ്റ് അറ്റ് ഡി ഈക്വൽ ടു 180 കിട്ടും. സോ മൈനസ് ബെൻഡിങ് മൊമെൻ്റ് അറ്റ് ഡി ഈക്വൽ ടു ഇവിടെ 180 ഉണ്ട്, മൈനസ് 160 അപ്പുറത്തേക്ക് പോകുമ്പോൾ എന്തായിട്ട് മാറും, പ്ലസ് 160 ആവും. അപ്പോൾ 340 കിട്ടും അല്ലേ. ഇത് കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇത് ആഡ് ചെയ്യുമ്പോൾ 340 കിട്ടും. അപ്പോൾ മൈനസ് ബെൻഡിങ് മൊമെൻ്റ് അറ്റ് ഡി ഈക്വൽ ടു ആണ് 340, പ്ലസ് ആകുമ്പോൾ എന്ത് ചെയ്യണം, ആ മൈനസ് അപ്പുറത്തേക്ക് പോകും, മൈനസ് 340 ന്യൂട്ടൺ മീറ്റർ ആയിരിക്കും ബെൻഡിങ് മൊമെൻ്റ് അറ്റ് ഡി കിട്ടുക. ഓക്കെ, അപ്പോൾ നമുക്ക് ബിയിലത് കിട്ടി, സിയിലത് കിട്ടി, ഡിയിലത് കിട്ടി. എന്ത് ചെയ്യണം, ബെൻഡിങ് മൊമെൻ്റ് അറ്റ് എ കാണണം. അപ്പോൾ എ കാണാൻ എന്താ ചെയ്യുക, നമുക്ക് ബെൻഡിങ് മൊമെൻ്റ് അറ്റ് ഡി മൈനസ് ബെൻഡിങ് മൊമെൻ്റ് അറ്റ് എ ഈക്വൽ ടു എന്ത് ചെയ്താൽ മതി, ഏരിയ ഓഫ് ഷിയർ ഫോഴ്സ് ഡയഗ്രം ബിറ്റ്വീൻ എ ആൻഡ് ഡി. അപ്പോൾ ഇത്രയും കാണുന്ന ഷിയർ ഫോഴ്സ് ഡയഗ്രത്തിൻ്റെ ഏരിയ കണ്ടാൽ മതി. നോക്കിയാൽ മനസ്സിലാവും ഇവിടെ എന്തുണ്ട്, ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിളും ഒരു സ്ക്വയറും ആക്കി മാറ്റിയാൽ മതി അല്ലേ.
ഈ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളും സ്ക്വയറും ആക്കി മാറ്റുക. അതൊന്നും എന്ത് ചെയ്യുക, ഡയമെൻഷൻ എടുക്കുക. അപ്പോൾ നമുക്കറിയാം മൊത്തം ഇത് ഹൈറ്റ് 90 വരിക. ഇത് മൊത്തം 130 ഉണ്ട്. സോ ബാക്കിയുള്ള 40 ഈ ഹൈറ്റ് വരും. ഇത് 4 മീറ്ററാണ് അല്ലേ. അപ്പോൾ ഏരിയ എങ്ങനെ കിട്ടും? റെക്റ്റാങ്കിളിൻ്റെ ഏരിയ 4 × 90 ചെയ്യാം. എത്ര കിട്ടും? 4 × 90 ചെയ്യുമ്പോൾ 360 കിട്ടും. ഈ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൻ്റെ എന്ത് ചെയ്യാം? ഹാഫ് BH, ഹാഫ് × 4 × 40, അപ്പോൾ 80 കിട്ടും. അപ്പോൾ 360 80 440 ആയിരിക്കും ഏരിയ മൊത്തം കിട്ടുന്നുണ്ടായിരിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇക്വേഷൻ എഴുതുകയാണെങ്കിൽ ഇവിടെ കുറച്ച് ബാക്കിയുള്ള ഭാഗം റബ്ബ് ചെയ്യാം. ഓക്കെ, നമ്മളിവിടെ ഇക്വേഷൻ എഴുതുമ്പോൾ അല്ലേ, ബെൻഡിങ് മൊമെൻ്റ് അറ്റ് D മൈനസ് ബെൻഡിങ് മൊമെൻ്റ് അറ്റ് A ഈക്വൽ ടു ഏരിയ ഓഫ് ഷിയർ ഫോഴ്സ് ഡയഗ്രം ബിറ്റ്വീൻ A ആൻഡ് D ആണ്. അപ്പോൾ ഏരിയ എത്ര വരുന്നത്? 4 × 90 നമുക്ക് ചെയ്താൽ 360 കിട്ടും. പ്ലസ് ഹാഫ് BH, ഹാഫ് × 40 × ഇവിടുത്തെ 4, അപ്പോൾ 40 × 4 160 /2 വരുമ്പോൾ 80. 360 + 80 നമുക്ക് 440 കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ബെൻഡിങ് മൊമെൻ്റ് അറ്റ് D നമുക്ക് നേരത്തെ -340 കിട്ടിയിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ -340 മൈനസ് ബെൻഡിങ് മൊമെൻ്റ് അറ്റ് A ഈക്വൽ ടു ആണ് 440 കിട്ടിയിട്ടുണ്ടായിരിക്കാം. എന്ത് ചെയ്യാം? മൈനസ് ബെൻഡിങ് മൊമെൻ്റ് അറ്റ് A ഈക്വൽ ടു എന്ത് കിട്ടും? ഇവിടെ 440 ഉണ്ട്. ഈ -340 അപ്പുറത്തേക്ക് പോകുമ്പോൾ പ്ലസ് 340 ആവും. ടോട്ടൽ ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 440 140 ആഡ് ചെയ്യുമ്പോൾ 780 കിട്ടും. ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് മൈനസ് ബെൻഡിങ് മൊമെൻ്റ് അറ്റ് A ആണ്. ഇത് പ്ലസ് ആക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഇവിടെ മൈനസ് ആക്കാം. -780 ആയിരിക്കും ബെൻഡിങ് മൊമെൻ്റ് അറ്റ് A കിട്ടുക. അപ്പോൾ നമുക്ക് Bയിലും Cയിലും Dയിലും Aയിലും വരുന്ന ബെൻഡിങ് മൊമെൻറ്റുകൾ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇനി എന്ത് ചെയ്യുക? നമുക്കത് വെച്ച് നമ്മുടെ ബെൻഡിങ് മൊമെൻ്റ് ഡയഗ്രം നമുക്ക് വരയ്ക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ അത് വരയ്ക്കാനായിട്ട് ഇവിടെ ഒന്ന് റബ്ബ് ചെയ്യാം. ഓക്കെ, നമ്മൾ ജസ്റ്റ് ഇവിടുന്ന് ലൈൻസ് ഈ 4 ലൈൻസ് ഒന്ന് നീട്ടി വരയ്ക്കുക താഴോട്ട്. ബെൻഡിങ് മൊമെൻ്റ് വരയ്ക്കാനായിട്ട്, ഡയഗ്രം വരയ്ക്കാനായിട്ട് A വരച്ചു, D വരച്ചു, C വരച്ചു, B വരച്ചു. ഓക്കെ, എന്ത് ചെയ്യാം? ജസ്റ്റ് ഒരു ബേസ് ലൈൻ വരയ്ക്കണം. കാരണം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഇപ്പോൾ നമുക്കറിയാം ഇവിടെ കിട്ടിയ എല്ലാ വാല്യൂസും 0 അടക്കും. 0 അതിനെ വിട്ട് ബെൻഡിങ് മൊമെൻ്റ് അറ്റ് B കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ള എല്ലാ വാല്യൂസും നെഗറ്റീവ് വാല്യൂസാണ് വരുന്നത്. സോ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് താഴോട്ടായിരിക്കും നമ്മുടെ ഡയഗ്രം ക്രിയേറ്റ് ആവുന്നുണ്ടായിരിക്കാം. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ പേരുകൾ A, B, ഇത് C, ഇത് D. എന്ത് ചെയ്യാം? നമുക്ക് കിട്ടിയ പോയിൻറ്റ്സൊക്കെ മാർക്ക് ചെയ്ത് വെക്കുക. ബെൻഡിങ് മൊമെൻ്റ് അറ്റ് B നമുക്കറിയാം അത് 0 ആണ്. അപ്പോൾ നമുക്ക് 0 തന്നെ മാർക്ക് ചെയ്യാം. പിന്നെ ബെൻഡിങ് മൊമെൻ്റ് അറ്റ് C -160 ആണ്. അപ്പോൾ എന്ത് ചെയ്യുക? Cന്ന് ഒരു -160 നമ്മൾ സ്കെയിൽ ഉപയോഗിച്ച് -160 മാർക്ക് ചെയ്യാം. പിന്നെ ബെൻഡിങ് മൊമെൻ്റ് അറ്റ് D -340 ആണ്. അപ്പോൾ ഇതിനേക്കാളേക്ക് ഒരുപാട് കൂടുതലാണ്. -340 മാർക്ക് ചെയ്യുക. പിന്നെ ബെൻഡിങ് മൊമെൻ്റ് അറ്റ് A -780 ആണ്. അപ്പോൾ ഒരുപാട് താഴെയാണ്. -780 മാർക്ക്. അപ്പോൾ നമുക്ക് പോയിൻറ്റ്സ് എല്ലാം നമ്മൾ മാർക്ക് ചെയ്തു. ഇനി എന്ത് ചെയ്യണം? ആ പോയിൻറ്റ്സ് നമ്മൾ എങ്ങനെയാണ് മീറ്റ് ചെയ്യാൻ നോക്കണം. അത് നമ്മൾ തെറ്റിപ്പോയാൽ നമ്മുടെ ആൻസർ അല്ലെങ്കിൽ ഫിഗർ മൊത്തം തെറ്റിപ്പോവും, അല്ലെങ്കിൽ നമുക്ക് മാർക്ക് മൊത്തം നഷ്ടപ്പെടും. അപ്പോൾ ലോഡുകൾ നോക്കിയിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്? നമ്മൾ ആ ഒരു ലൈൻസ് പാരാബോളിക് കർവും അതുപോലെ ലീനിയർ ലൈൻസും വരയ്ക്കാനായിട്ട്. അപ്പോൾ നമുക്കറിയാം ഇവിടെ B ആണ് വരുന്നത് അല്ലേ. B to C നമുക്കറിയാം അവിടെ UDL ആണ്. അപ്പോൾ നമുക്കറിയാം ബെൻഡിങ് മൊമെൻ്റ് ഡയഗ്രം എങ്ങനെ വരിക? UDL ആകുമ്പോൾ അതൊരു പാരാബോളിക് കർവാണ് വരിക. അപ്പോൾ നമുക്ക് ഇത് പാരാബോളിക് കർവാണ്. ഓക്കെ, അതിൽ സംശയമില്ല. എന്ത് ചെയ്യണം? അടുത്ത് C to D അവിടെ ഒരു പോയിൻ്റ് ലോഡാണ് വരുന്നത്. അവിടെ UDL ഒന്നും വരുന്നില്ല. സോ എന്തായിരിക്കും? C to D
ഒരു ലീനിയർ ലൈനായിരിക്കും വരിക. ഇത് ലീനിയർ ലൈനാണ്. ഓക്കെ, ഇത് ലീനിയർ ലൈനാണ് വരയ്ക്കേണ്ടത് കേട്ടോ. ഇത് ലീനിയർ ലൈന് വരയ്ക്കാം. ഓക്കെ, ശേഷം ഡി ടു എ നോക്കുക. അവിടെ വീണ്ടും യു ഡിയിലാണ്. സോ എന്തായിരിക്കും, അവിടെയും ഒരു പാരാബോളിക് കർവാണ് വരയ്ക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് മൊത്തം നമ്മുടെ ബെൻഡിങ് മൊമെൻ്റ് ആകാരം ഇതാണ് നമ്മുടെ ഷേപ്പ് വരിക. നമ്മുടെ ഷേപ്പ് വരുന്ന അതാണ് നമ്മുടെ ബെൻഡിങ് മൊമെൻ്റ് ആകാരമായിട്ട് വരുന്നത്. അപ്പോൾ നമുക്ക് BMD എഴുതി വെക്കാം. അപ്പോൾ വളരെ എളുപ്പമാണ് ഈ ഒരു പ്രോബ്ലം ചെയ്യാനായിട്ട്. നമുക്ക് അതിൻ്റെ ഒരു ട്രാക്കിൽ കയറി കിട്ടിയാൽ നമ്മൾ സേഫാണ്. ആ ഒരു കാര്യം കറക്റ്റ് നമ്മൾ ലോഡ് എടുക്കുന്നതും ഇക്കേറ്റ് ചെയ്യുന്ന കറക്റ്റ് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഏത് വലിയ ക്വസ്റ്റ്യൻ കിട്ടിയാലും നമുക്ക് നിസ്സാരമായിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ചെയ്തു പോകുമ്പോൾ ഈസിയായിട്ട് ചെയ്യാൻ പറ്റും. നമുക്ക് സെക്കൻഡ് മൊഡ്യൂളിൽ പ്രധാനമായിട്ടും ഈ ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാകാറുള്ളത്. കൃത്യമായിട്ട് പ്രോബ്ലം മനസ്സിലാക്കണം, ശേഷം മാത്രം എന്ത് ചെയ്യുക, എക്സാമിന് പോവുക. ഓക്കെ, അപ്പോൾ തൽക്കാലം നമ്മൾ ഇത് ക്ലാസ് വൈൻഡപ്പ് ചെയ്യണം. നമുക്കിനിയും കുറച്ച് പ്രോബ്ലംസും കൂടി ക്യാൻലിവറിലൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാണ്ട് നമുക്ക് എന്ത് ചെയ്യാം, അത് അടുത്ത ഓരോ ക്ലാസ്സുകളായിട്ട് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ക്ലാസ് വൈൻഡപ്പ് ചെയ്യട്ടെ. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.